ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടിട്ട് തന്നെ ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇത് കണ്ടില്ലേ? അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന്. ഇതാണെന്ന് വെച്ചാൽ നമ്മൾക്ക് കറി ഇല്ലാത്ത ടൈമിലും ഈ പുളി ഇല്ലാത്ത കറി എല്ലാ ദിവസവും ഇങ്ങനെ പുളിശ്ശേരി സാമ്പാർ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പരിപ്പ് കറി മൊളീഷ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങളാണ് പുളി. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തത്. ഏകദേശം ഇത്രയും വലിപ്പമുണ്ട് പുളി. അപ്പോൾ ഒരു 7-8 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 4-5 നല്ല എരിവുള്ള പച്ചമുളക് എടുക്കണം. ഉപ്പ്, വെളിച്ചെണ്ണ 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയുമാണ് ഞാൻ അതിനായി തയ്യാറാക്കാൻ വേണ്ടി എടുത്ത സാധനങ്ങൾ. അപ്പോൾ മിക്സിയിലല്ല ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കേണ്ടത്. എന്നാൽ ആ മിക്സിയിൽ ചതച്ചെടുത്താൽ അതിൻ്റെ തനതായ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ഇടിക്കലിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അതിലിട്ടിട്ട് ഇടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പച്ചമുളകും പുളിയും ചെറിയ ഉള്ളി ഉപ്പ് ഇതെല്ലാം കൂടി നന്നായി ഞാൻ ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഇടികല്ല് ഇല്ലാത്തവർ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഇങ്ങനെ ആക്കി എടുത്തോളൂ കേട്ടോ. എന്നാലും അതിൻ്റെ തനതായ രുചി കിട്ടണമെങ്കിൽ നമ്മൾക്ക് ആ ഇടികല്ലിൽ തന്നെ ഒന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പുളിയെല്ലാം നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അധികം വെളിച്ചെണ്ണ ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, കപ്പയുടെ കൂടെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഈ പുളിയില്ലാത്ത കറിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ചോറിൻ്റെ ഒപ്പം കൂട്ടാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.